ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ നിവിൻ പോളിയുടെ ബേബികൾ എന്ന പടം കാണാൻ പോവാണ് കേട്ടോ. രാവിലെ 10 മണി ഷോ ആണ്, ARC കോർണേഷനിലാണ്. അപ്പോൾ പടം കണ്ടിട്ട് എന്താ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പോൾ പടം പോയി കണ്ടിട്ട് വരാം. ഓക്കെ. ARC കോർണേഷനിലായിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, പടം കണ്ടു. പടം നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്, നല്ല ത്രില്ലിംഗ് മൂവിയാണ് കേട്ടോ. അപ്പോൾ പടത്തിനെ കുറിച്ച് റിവ്യൂ അല്ല, എൻ്റെ അഭിപ്രായമാണ്. കാരണം ഒരുപാട് റിവ്യൂ എന്ന് പറയാൻ എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഇതിൽ പറയുന്നത്. ഫാമിലിയുമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. ഒരാൾ പോലും കരയാതെ ഇറങ്ങില്ല. എന്റെ അഭിപ്രായത്തിൽ അതാണ് സൂപ്പർ പടം. എന്താ പറയുക വെച്ചാൽ അതില് മെയിനായിട്ട് നിവിൻ പോളിനെക്കാട്ടും നല്ല റോൾ ചെയ്തത് സംഗീതാണ്. സംഗീത് നമ്മളെ പ്രേമലുലെ അമൽ ഡേവിസ് ഇല്ലേ, നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലിജോ മോൾ, അവരൊക്കെ നല്ല, നിവിൻ പോളിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയത് അവരാണ് അതില്. പിന്നെ അതുപോലെ തന്നെ അതില് മെയിനായിട്ട് കഥ അറിയുന്നത് ഒരു ഹോസ്പിറ്റലിൽ ഒരു കുട്ടീനെ മിസ്സാവുന്നതിന് അതും സംബന്ധിച്ചുള്ളൊരു സ്റ്റോറിയാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല ത്രില്ലിംഗ് ആയിട്ടാണ് പടം പോയത്. സെക്കൻഡ് ഹാഫിലേക്ക് തുടങ്ങി കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും, പിന്നെ കൂടെ ഇമോഷണലി പടം മൊത്തം ഇമോഷണലായി. പിന്നെ അവസാനത്തിലേക്ക് കുറച്ച് ത്രില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു അവസാന എൻഡിങ്ങും നല്ലൊരു അടിപൊളിയായിരുന്നു. എന്ത് സംഭവിക്കും, എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെ ആയിരുന്നു ചിന്ത കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ. ഇത് ഒരു ദിവസം നടക്കുന്ന കഥയാണ്. നമ്മളെ ട്രാഫിക് മൂവിയിലെ ടീം തന്നെയാണ് ഇത് സിനിമ ചെയ്തത്. ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ ഒരു കുട്ടി മിസ്സാവുന്ന, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെയാണ് ഈ കഥയിൽ മെയിനായിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സംഗീതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സംഗീതം നമ്മൾ കോമഡി ആയിട്ടാണ് കൂടുതൽ കോമഡി സീനുകൾ ചെയ്തിട്ട് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതിൽ വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ അഭിനയം എന്ന് പറഞ്ഞാൽ സംഗീതത്തിന്റെ അഭിനയമാണ് അടിപൊളി ആയിട്ടുള്ളത്. ഇതിൽ നല്ല സംഗീതത്തിന്റെ ഓരോ അഭിനയം നമ്മൾ നന്നായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് പടത്തിൽ. പിന്നെ അതുപോലെ നിവിൻ പോളിയും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സെമി തിലകന്റെ മോൻ, അവരും നന്നായിട്ട് അഭിനയിച്ച് പോലീസ് വേഷമൊക്കെ നല്ലോണം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പടം തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ഈ കഥയിലേക്ക് കടക്കാണ്. പിന്നെ നല്ല ത്രില്ലിംഗ് ആയിട്ടാണ് പടം പോകുന്നത്. നമ്മളെ പിടിച്ചിരുത്തും. അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്നത്, എങ്ങോട്ടൊക്കെയാ പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ നിമിഷവും. അതൊക്കെയായിരുന്നു പടത്തിന്റെ ഇന്റർവെല്ലിൽ വരെ നമ്മളെ പിടിച്ചിരുത്തിയത്. പിന്നെ ഇന്റർവെല്ലിന് ശേഷം കുറെ ഇമോഷണൽ ആയിട്ട് കയറി വന്ന്, പിന്നെ അതിന് ശേഷം അവസാനത്തേക്ക് കുറച്ച് ത്രില്ലിംഗ് ആക്കിയിട്ട് ഓവറോൾ നല്ലൊരു എൻഡിങ് ആയിട്ടാണ് അവർ പടം അവസാനിപ്പിച്ചത്. പിന്നെ ഓവറോൾ പടം കൊള്ളാം. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി ഇരുന്ന് കാണേണ്ട പടമാണ്. നല്ല നമുക്ക് എന്താ ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്ന പടമാണ്. ഇതുപോലെ കുറെ അനുഭവങ്ങൾ നമ്മളെ ഈ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് കാണുന്നത്. സർവം മായ എന്ന ഫിലിമിന് ശേഷം നിവിൻ പോളിയുടെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന് പടം കാണുക. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഫാമിലി ആയിട്ട് പോയിട്ടിരുന്ന് കാണുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.